മാക്കുറ്റി, ഇപ്പോൾ എം വി ജയരാജന്റെ പ്രതികരണം വന്നിരിക്കുകയാണല്ലോ. അതിനോട് എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? ഈ മേഖലയിൽ തന്നെ സ്വാധീനമില്ല, കോൺഗ്രസിന്റെയും BJP-യുടെയും മേഖലയെന്നാണ് അദ്ദേഹം പറയുന്നത്. എം വി ജയരാജന്റെ ചുംബത്തരത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ജയരാജനെ പോലെ ആളുകൾ ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ ഒക്കെ തന്നെ സ്വന്തം പഞ്ചായത്തിൽ പോലും ഇതുപോലെ തോറ്റുപോകുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഈ മഹാൻ, ആ എരഞ്ഞോളി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവിടെ എന്താ സ്വാധീനം എന്നറിയാം. സ്മൃതിക്ക് തന്നെ അറിയാലോ, അവിടുത്തെ രാഷ്ട്രീയ ഘടന അറിയാലോ. ഞങ്ങളുടെ ആ പ്രവർത്തകന്മാരെ അനുഭാവികളായ ആളുകളുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത, രാഷ്ട്രീയപരമായി അതിക്രൂരമായി അക്രമങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടം കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. നിഷ്ക്രിയമാക്കിയിരുന്നു. കാരണം ഇപ്പോൾ നോക്കിയാലും ബോംബല്ലേ, ബോംബും ആയി പോകുന്ന ആളുകൾ, ബോംബ് കിട്ടി ആളുകളെ കൊല്ലാൻ പോകുന്ന ആൾ ഈ പ്രദേശത്ത് ഒന്ന് പോയി പ്രസംഗിക്കാൻ പോകുന്നു. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോയി ഞാൻ KSU കാലത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് നേരെ അവിടെ നിന്ന് അക്രമം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ തലശ്ശേരി മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. എനിക്കൊക്കെ ആ ഘട്ടത്തിൽ അവിടെ പോകാൻ പോലും പറ്റിയിരുന്ന സാഹചര്യമാണ്. അത്രയേറെ CPM-ന് അതിശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ് ഈ പ്രദേശം എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ ബോംബ് നിർമ്മിച്ചതിന്റെ പുറകിൽ CPM-ന്റെ ക്രിമിനലുകൾ തന്നെയാണ്. ഒരു തർക്കമില്ലാത്ത കാര്യം, അതിനകത്ത് സംശയമില്ല. ജയരാജൻ പറയുന്നതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. ജയരാജൻ പറയുന്നത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇങ്ങനെ തന്നെയാണ് അവര് 51 കൊലപ്പെടുത്തിയിട്ടുള്ള മാത്രമല്ല, അവിടുത്തെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങിയിരിക്കുന്നു. അതിലൊരു നടപടി, അതിന്മേലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷം. സ്മൃതി, ഞാൻ പറയട്ടെ, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഈ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവസാനം എന്തായി? ആ കേസ് എവിടെ എത്തി? എന്താ പറഞ്ഞത്? രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞ അവസാനം റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത് 3-ാമത്തെയും 4-ാമത്തെയും റിമാൻഡ് റിപ്പോർട്ടിൽ അത് തിരുത്തിയില്ലേ? ആരെ സഹായിക്കാനാണ്? ഏതാ പോലീസ്? ആരെ പോലീസ് കേരളത്തിൽ? P. ശശി നയിക്കുന്ന പോലീസോ? ആ പോലീസാണോ ഇവിടെ അന്വേഷിച്ച് നടത്താൻ പോകുന്നത്? ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള അന്വേഷണമല്ലേ? ഏത് അടച്ചിട്ട വീട്? കൃത്യമായി പോലീസ് തൻ്റെ ഇടത്തോടു കൂടി നടപടി എടുത്തെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പോലീസ് നിഷ്ക്രിയമാണ്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും P. ശശി ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഈ കേരളത്തിലെ പോലീസിനെ കണ്ണൂർ നയിക്കുന്നത്. പിന്നെ എന്ത് അന്വേഷണമാണ്, ഏത് അന്വേഷണമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്? അതുകൊണ്ട് ഇതുപോലെ ബോംബുകൾ ഉണ്ടാക്കും, ഇതുപോലെ ബോംബുകൾ നാട്ടിലൊക്കെ തന്നെ ഇവർ സർവ്വവ്യാപിയായി ഇവർ നിക്ഷേപിക്കും. എന്നിട്ട് അത് പൊട്ടുമ്പോൾ അതിനകത്ത് പിന്നെ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. സന്നദ്ധ പ്രവർത്തകന്മാരാണെന്ന് പറയും, ഒക്കെ ചെയ്യാണ്. വിവാഹ വീട്ടിലേക്ക് പോലും ബോംബെറിഞ്ഞ ആളുകളല്ലേ അവർ? ഇതിന്റെ ഭാഗമായി DYFIയുടെ സന്നദ്ധ പ്രവർത്തകരാണ്. ഒരു വിവാഹ ചടങ്ങിന് വന്ന വധുവരനും വീട്ടിലേക്ക് കയറുമ്പോഴല്ലേ ബോംബെറിഞ്ഞത്? എവിടെയും കേട്ടിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ. എന്നിട്ട് എറിഞ്ഞവൻ തന്നെ ബോംബും കൊണ്ട് വന്നവന്റെ തലയിൽ ബോംബ് വീണ് പൊട്ടി മരിക്കല്ലേ ഉണ്ടായത് തോട്ടടയിൽ. എന്നിട്ട് പാർട്ടി തള്ളി പറഞ്ഞു. ഇത് പിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വിവാഹാഭാസന്മാർ ഇവരെ തള്ളി പറയും. DYFIക്ക് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ബോഡി വന്നപ്പോൾ P. ജയരാജന്റെ വിപ്ലവ അഭിവാദ്യവും ചെങ്കോടി പുതപ്പിച്ചായിരുന്നു ആ പിന്നെ സഖാവിന് അന്ത്യാഭിവാദ്യം കൊടുത്തത്. ആരെ തള്ളി പറഞ്ഞത്? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഞങ്ങൾക്കെതിരായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഒറ്റൊരു കാര്യം പറയും. ഇപ്പോൾ DCC ഓഫീസിൽ ബോംബ്, എന്താണ് അതിന്റെ കാര്യം എന്നറിയോ? ഈ ജേക്കബ് ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾക്കൊക്കെ അറിയാം, അയാളുടെ കുടില ബുദ്ധിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അയാൾ പ്രത്യേകിച്ച് അന്നത്തെ രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ക്രൂരമായി കൊലപ്പെടുന്ന ഒരു സാഹചര്യം, അവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു DC സെക്രട്ടറി സ്വാധീനിച്ചുകൊണ്ട് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ബോംബ്. ഞാൻ ചോദിക്കുന്നു സ്മൃതി, 25 കൊല്ലമായി കണ്ണൂരിന്റെ രാഷ്ട്രീയം പരിശോധിക്കുക. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഈ ബോംബ് കേസിനകത്ത് പ്രതിയായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ബോംബറിന്റെ കേസിനകത്ത് പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. ഒരു കാലഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി അക്രമങ്ങൾ നേരിടാൻ ചില പ്രതിരോധം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 25 കൊല്ലമായി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. കോൺഗ്രസ് ഒലിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. CPM-ന്റെ പാർട്ടി ഗ്രാമം ഉൾപ്പെടെയുള്ള ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ K. സുധാകരൻ നേടിയ വിജയപത്ര 1,00,000 പരം വോട്ടിനല്ലേ? ഞങ്ങൾ ബോംബ് ഉണ്ടാക്കിയിട്ടാണോ? ഞങ്ങൾ ആളെ കൊന്നിട്ടാണോ? ഞങ്ങൾ അവരുടെ പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിച്ചിട്ടാണോ? CPM-കാർ ഇല്ലാതാക്കിയിട്ടാണ് ഈ വോട്ട് നേടിയത്. ഞങ്ങൾ അവിടെ സമാധാനമായി സംഘടനാ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് കോൺഗ്രസ് അവിടെ വിജയിക്കുന്നത്, UDF വിജയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബോംബ് ഉണ്ടാക്കുന്ന പണി ഞങ്ങളുടെ പണിയല്ല. ഒരു ബോംബ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തെയും അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങൾ പരിശോധിക്കുക, 25 കൊല്ലമായി കണ്ണൂർ സെൻട്രൽ ജയിലെടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊലക്കേസിനകത്ത് പ്രതിയായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. അവിടെ CPM-ന്റെയും RSS-ന്റെയും ആളുകളുണ്ടല്ലോ. സ്വാഭാവികമായും ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അങ്ങനെ നടത്തുന്ന ആളുകൾ. പണ്ടെങ്ങോ ഒരു വാർത്ത വന്നതിന്റെ പേരിൽ അത് വെച്ചുകൊണ്ട് പഴിചാരാമെന്ന് പിണറായി വിജയന്റെ സ്ഥിരം പല്ലവിയാണ്. ആരാണ് ബോംബ് ഉണ്ടാക്കുന്നതും ആരാണ് ബോംബ് കെട്ടുന്നതെന്നും ആരാണ് ബോംബ് കെട്ടിക്കാൻ നേതൃത്വം കൊടുക്കുന്നതെന്നും നമുക്കറിയാം. എന്തിനേറെ പറയുന്നു, ഈ ചെറ്റക്കണ്ടിയിൽ 2 ആള് ബോംബ് പൊട്ടി മരിച്ചപ്പോൾ അവരെ രക്തസാക്ഷികളാക്കി സ്മാരകം പണിത് ഉദ്ഘാടനം നടത്തിയില്ലേ? സംസ്ഥാന സെക്രട്ടറി പോകേണ്ടതായിരുന്നല്ലോ. വിവാദം വന്നപ്പോലെ ജില്ലാ സെക്രട്ടറി
ജയരാജൻ പോയത് ഉദ്ഘാടനം ചെയ്തത്. ഇതുപോലെ പുല്ലോട്ട് നിങ്ങൾ പരിശോധിക്കുക, ഒരു വീട്ടിൽ നിന്ന് ബോംബ് പൊട്ടി 2 ആൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് സ്മാരകമുണ്ട്. അവരുടെ ഭാര്യമാർക്ക് ബാങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണു പോയവൻ, കൈ പോയവൻ, കാല് പോയവനൊക്കെ ജോലിയുണ്ട് പാർട്ടി ബാങ്കിൽ. ആരാണ് സഹായിക്കുന്നത്? സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. ഇതാണോ സന്നദ്ധ പ്രവർത്തനം? ഇതാണോ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണോ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്? അത് നിങ്ങൾ പരിശോധിക്കുക. അത് CPM-ന്റെ ആളുകളും അവരെ അനുകൂലിക്കുന്ന ആളുകളും വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വളരെ കൃത്യമായി ആളുകൾ കേൾക്കുന്നവരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയമാണെങ്കിൽ സാധാരണക്കാരായ സഹോദരിമാർ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ബോംബിന്റെ ശബ്ദം കേൾക്കുന്ന പേടിച്ചുകൊണ്ട് അവർ അവസാനം പൊട്ടിത്തെറിക്കുകയാണ്. ഞങ്ങളെങ്കിൽ ബോംബെറിഞ്ഞ് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ നാടറിയണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് പാർട്ടി CPM-ന് അതിന് കൃത്യമായ പങ്കുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ ബോംബ് ഉണ്ടാക്കിയതിന്റെ പിറകിൽ CPM തന്നെയാണ്. ഇത് കുടിപ്പകയാണ്. മാത്രമല്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഷിദിൻ എന്ന് പറയുന്ന കൂളി ബസാർ, എരഞ്ഞോളി പഞ്ചായത്ത് കൂളി ബസാറിൽ ഒരു ചെറുപ്പക്കാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാ കൊന്നത്? DYFI-ക്കാരാ കൊന്നത്. ഈ ഷിദിൻ DYFI-യുടെ സജീവ പ്രവർത്തകൻ. ആ കേസിലെടുത്ത് പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർ മുഴുവൻ DYFI-ക്കാരാണ്. ജീവപര്യന്തം ശിക്ഷ വിധിച്ചവരാണ്. ആരാണ്? ഇവർ തമ്മിൽ കുടിപ്പകയാണ്. ആ കുടിപ്പകയാണ് ഈ കൊടക്കട സഖാക്കളും ഈ കുണ്ടുചിറ സഖാക്കളും തമ്മിൽ ഒരു വർഷമായി നടക്കുന്ന കുടിപ്പക. ആ കുടിപ്പകയുടെ ഭാഗമായി സ്വന്തം സഖാക്കളെ ബോംബെറിഞ്ഞ് കൊല്ലാനാണ് ഇവർ ബോംബുണ്ടാക്കിയ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ശരി, ശ്രീ ജയേന്ദ്രനിലേക്കും ഹരിദാസിലേക്കും വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.